ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ടഫ് ഷിഫ്റ്റിലുള്ള 25 ക്വസ്റ്റ്യൻസ് എങ്ങനെ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാന്നുള്ളതാണ്. സോ CGLന്റെ ഇനി വരുന്നത് സെക്ഷണൽ ടൈമർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഇതിന്റെ 1-2 സീരീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് അതെങ്ങനെ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, അതൊരു ഈസി ഷിഫ്റ്റ് പാറ്റേൺ അല്ലേ സാറേ, അതുകൊണ്ട് ടഫ് ഷിഫ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു സജഷൻ കുട്ടി ചോദിച്ചിരുന്നു. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു കമന്റിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എക്സാമിനേഷൻ ഹാളിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ വിത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലൈവായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ടൈമർ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ, നിങ്ങൾക്ക് ടോപ്പിൽ കാണാം, ഇവിടെ അല്ല കാണുന്ന, യെസ് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. ആ ടൈമർ ഓൺ ആയിരിക്കും. എത്ര സമയം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റോപ്പ് വാച്ച് ആണ്. സോ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. സോ നിങ്ങളൊരു പെന്നും പേപ്പറും ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ടൈമർ ഓൺ ആക്കും, അപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മുടെ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ കണ്ട പാടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്, ഡിവൈഡഡ് ഇൻടു 2 സെക്ഷൻസ് ബൈ പ്ലെയിൻ പാരലൽ ടു ബേസ്. ഇടത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് നമുക്ക് ഇത്രയും കാലം ഫെമിലിയർ ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലായിരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇത് വായിക്കുമ്പോൾ എന്താ, ഇത് ഭയങ്കര ഒരുപാട് വായിക്കാനുണ്ട് അല്ലെ, വായിക്കാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ടായിരിക്കാം. ചിലപ്പോൾ സിംഗിൾ ലൈൻ ആയിരിക്കാം, പക്ഷെ ഒരുപാട് വായിച്ച് സമയം കളയാനായിട്ട് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലില്ല. ഫസ്റ്റ് റൗണ്ടിൽ സിംഗിൾ ലൈനിലെ ആൻസർ കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ടിലേക്ക് വെക്കുക. സോ ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്തോ, ചിലപ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ എന്താണ് നമ്മൾ കുറച്ച് ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഒരിക്കലും ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ. So prism with a square base 5 cm constructed layers height follows arithmetic progression. എടാ നമുക്കറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ്, ഇവിടെ എന്താണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈ മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള പാറ്റേൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടായിരിക്കാം. എന്ത് ചെയ്യാം, ഫസ്റ്റ് റൗണ്ടിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A thief and police officer 500 meter apart. They run in same direction. Police catches 10 minutes. എടാ ഇതും ചെയ്യാനുണ്ട്. ഇത് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ 3-4 സെക്കൻഡ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ 6 സെക്കൻഡ് സമയം എടുത്തെന്നാണെങ്കിൽ ഞാൻ വായിക്കാനുള്ള സമയം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ഉറക്കെ വായിക്കുന്നുണ്ട്. സോ അതിനുള്ള സമയം കൂടിയാണ്. സോ മനസ്സിലാക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് സ്കിപ്പ് ചെയ്തോ, രണ്ടാമത്തെ റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് ചെയ്താൽ മതി. സോ ദ നെക്സ്റ്റ് വൺ. So see this one. A bucket has 60 liters of solution with sugar and water in the ratio 5:1. 12 liter solution replaced with water. Okay, 12 ലിറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി 48. അത് 5:1 6 എന്നുള്ള റേഷ്യോയിലായിരിക്കും. 6 എന്ന് പറയുന്നത് 48 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് 40 ആയിരിക്കും, 1 എന്ന് പറയുന്നത് 8 ആയിരിക്കും. സോ റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ ആണ്. എത്രയാണ്, 12 ലിറ്റർ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 40:20 2:1. ഓപ്ഷൻ എ. 21 സെക്കൻഡ് കൂടുതലാണ്. 21 സെക്കൻഡ് എടുക്കരുത്. ഇതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നോർമലി കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളത് നോർമലി കാണിച്ചു തരാം. 60 ലിറ്റർ സൊല്യൂഷൻ ആണുള്ളത്. ഓക്കെ, 60 ലിറ്റർ സൊല്യൂഷനിലെ 60 ലിറ്ററിൽ നിന്ന് 12 ലിറ്ററിനെ റീപ്ലേസ് ചെയ്യാണ്, വെള്ളം വെച്ചിട്ട് വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. 60 നിന്ന് 12 പോയാൽ ബാക്കി 48 ലിറ്റർ സൊല്യൂഷൻ ആണുള്ളത്. ആ സൊല്യൂഷനിലും ഷുഗറിന്റെയും വാട്ടറിന്റെയും റേഷ്യോ സെയിം തന്നെ, 5:1. അതായത് 6 ആണ് ടോട്ടൽ ഉള്ളത്. 5+1 6 ആണ് ടോട്ടൽ ഉള്ളത്. 6 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 48 ആണെങ്കിൽ 5 യൂണിറ്റ് ഉള്ള ഷുഗർ എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും. 1 യൂണിറ്റ് ഉള്ള വാട്ടർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 8 ആയിരിക്കും. 40ഉം 8ഉം എന്നുള്ള രീതിക്കായിരിക്കും എന്തുണ്ടായിരിക്കുക, ഷുഗറും വാട്ടറും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? സോ ഇതിലേക്ക് എന്താ ചെയ്യുന്നത്, ഈ റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ ആണ്. 12 ലിറ്റർ സൊല്യൂഷനെ മാറ്റിയിട്ട് അതിനെ വെള്ളം കൊണ്ടാണ്, വാട്ടർ കൊണ്ടാണ് ബാലൻസ് ചെയ്യുന്നത്. അതായത് വാട്ടർ എന്ന് പറയുന്നതാണല്ലോ, ഇതല്ല ഷുഗർ. ഈ 8 യൂണിറ്റിന്റെ കൂടെ 12ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 20 വാട്ടർ എന്ന് പറയുന്നത്, 40 തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത്. 40:20 എന്ന് പറയുമ്പോൾ എത്രയാണ്, 2:1 എന്ന് പറയുന്ന ഫൈനൽ റേഷ്യോയിലേക്ക് വരും. ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 20 സെക്കൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ഞാനിവിടെ വായിക്കാൻ എടുക്കുന്നതും സ്റ്റെപ്പുകൾ പറയാൻ എടുക്കുന്നതുമായിട്ടുള്ള ആ ഒരു
ഒരു ട്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സമയമാണ് ഇവിടെ കൂടുതൽ എടുക്കുന്നത്, മനസ്സിലാക്കുക. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് വിട്ടാലും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സ്കിപ്പ് ചെയ്തതാ, ഇനീഷ്യലി നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് വിട്ടാലും നിങ്ങൾ പാനിക് ആവരുത്. ഓക്കെ, ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാമിനേഷൻ ഹാളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ബട്ട് എന്താണ് പേഷ്യൻസ്, നിങ്ങൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് റൗണ്ടിൽ സിംഗിൾ ലൈനിൽ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അതിനെ ആ 25 ക്വസ്റ്റ്യൻസിൽ എവിടെയൊക്കെയാണ് അത്തരം ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബുദ്ധിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടൈമർ 0 ആക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. M and N start business 2 lakh 3 lakh 4 months. എടാ, വായിച്ച സമയം കളയണ്ട. സെക്കൻഡ് റൗണ്ടിൽ ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് വലിയ സംഖ്യകളാണ്. ചിലപ്പോൾ സിംഗിൾ ലൈനിൽ കിട്ടുമായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യുക, അടുത്ത റൗണ്ടിലേക്ക് വെക്കാം. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് വെച്ചോ കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ, എ സ്ക്വയർ ഓഫ് സൈഡ് 10 centimeter, സ്മോളർ സ്ക്വയർ 4 centimeter റിമൂവ്ഡ് ഫ്രം വൺ സൈഡ്, വാട്ട് ഈസ് റേഷ്യോ ഓഫ് റിമൈനിങ് ടു ദ ഒറിജിനൽ? ഓക്കെ, 10 ഉണ്ട്, 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100, 100ൽ നിന്ന് 16 പോയി കഴിഞ്ഞാൽ 84, 84ഉം അതുപോലെ തന്നെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ 100ഉം 21ഉം 25, ഓപ്ഷൻ ബി. ഓക്കെ, ശ്രദ്ധിക്കുക, അതായത് 15 സെക്കൻഡ്, അത് കൂടുതലാണ്. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ 15 സെക്കൻഡ് കൊണ്ട് ചെയ്താലും മതി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 36 സെക്കൻഡ് നമുക്ക് അവിടെ ഉണ്ട്. ശ്രദ്ധിച്ചോ, അതായത് ഒരു സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. ഒരു ചെറിയ സ്ക്വയർ, ഇത് വലിയ സ്ക്വയർ ആണ്, വലിയ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ചെറിയൊരു സ്ക്വയറിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, അതിന്റെ സൈഡ് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ വാട്ട് ഈസ് റേഷ്യോ ഓഫ് റിമൈനിങ് ഏരിയ? അതായത് 10 സ്ക്വയർ എന്ന് പറയുന്ന വലിയ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് 4 സ്ക്വയർ എന്ന് പറയുന്ന ചെറിയ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഇതാണ് റിമൈനിങ് ഏരിയ. ടു വാട്ട് ഈസ് റേഷ്യോ ഓഫ് റിമൈനിങ് ഏരിയ ടു ഒറിജിനൽ? ഒറിജിനൽ എത്രയാണ്? 10 സ്ക്വയർ തന്നെയല്ലേ, 10 സ്ക്വയർ അല്ലേ ഒറിജിനലിന്റെ ഏരിയ? എന്താ, 10 സൈഡ് സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ 10 സ്ക്വയർ. എടാ, 100 - 16 എന്ന് പറയുമ്പോൾ എത്രയാണ്? 84. ഇത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കത്തണം. 84ഉം 100ഉം, 84ഉം 100ഉം, രണ്ടിലും 4 വെട്ടിപ്പോവും. 4 എത്ര തവണ? 21 തവണ. ഇവിടെ 25 തവണ. സോ ദ റേഷ്യോ ബിക്കം വാട്ട്? ദ ഓപ്ഷൻ ബി, 21:25 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, സെറ്റ് അല്ലേ? സോ നമ്മൾ ടൈമർ 0 ആക്കി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ദിസ് ഈസ് നെക്സ്റ്റ് വൺ. എ റെക്ടാംഗുലർ പാർക്ക് ഈസ് 60 meter, 40 meter, സെമി സർക്കുലർ പോണ്ട് 40 meter ഇൻസൈഡ്, വാട്ട് ഈസ് എ പെർസെന്റേജ് ഓഫ് ഏരിയ? എടാ, ഓപ്ഷൻസ് നോക്കി നോക്കിയേ, ഡെസിമൽസ് ഒക്കെ ഉണ്ട് അല്ലെ? ഡെസിമൽസ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ട ഫസ്റ്റ് റൗണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എടാ, സംഭവം സിമ്പിൾ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കണ്ട ഫസ്റ്റ് റൗണ്ടിൽ. ഓക്കെ, എന്ത് ചെയ്യാം, അടുത്ത റൗണ്ടിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? See here, a regular hexagon has perimeter 72 meter. What is its area? എടാ, ഓപ്ഷൻസ് നോക്കടാ. ഡെസിമൽസ് ആണ്. ചിലപ്പോൾ കാൽക്കുലേറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഇത് അത്ര വലിയ ഡിഫറൻസ് ഉള്ള ഡെസിമൽസ് ഒന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റക്ക് ആയി പോവാം. അത് അടുത്ത റൗണ്ടിൽ ചെയ്താൽ മതി കേട്ടോ, അടുത്ത റൗണ്ടിൽ ചെയ്താൽ മതി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിവിടെ ടൈമർ 0 ആക്കുന്നുണ്ട്. ഹിയർ ഈസ് ദ A's salary is 40% more than B's salary. എടാ, ഓപ്ഷൻസിലേക്ക് നോക്ക്. എടാ, ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയ പാടെ തന്നെ എന്ത് ചെയ്യണം, ഓപ്ഷൻസിലേക്ക് നോക്കിക്കോ. ഓപ്ഷൻസ് ഡെസിമൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, അടുത്ത റൗണ്ടിലേക്ക് വെച്ചോ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു ഷിഫ്റ്റും ഉണ്ടായിരിക്കാം. ആ ഒരു റിയാലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ പാനിക് ആവണ്ട. ആ ഷിഫ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ബുദ്ധിമുട്ട് തന്നെയാണ്. അതെല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, so yes, the next one, this is next one. നോക്കിക്കോ, a car runs 18.4 kilometer, 2 ലിറ്റർ പെട്രോൾ, വാട്ട് ഈസ് എ മൈലേജ്? ഓക്കെ, 18.4 ഡിവൈഡഡ് ബൈ 5/2 അല്ലെ? 5/2 എന്ന് പറയുമ്പോൾ 18/4 എന്ന് പറയുമ്പോൾ 36.8 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഇതിന് ഡബിൾ എടുക്കണം, അതായത് 73. യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി 7.36. എനിക്ക് 73 എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. സോ ഇതാണ് സംഭവം എന്ന് പറയുന്നത്, മനസ്സിലാക്കിക്കോ. എന്താണ് മൈലേജ് കാണാൻ നമുക്കറിയാം, എത്രയാണ്? കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ലിറ്റർ ഓഫ് പെട്രോൾ അല്ലെ? മൈലേജ് നമുക്കറിയാം 18.4 കിലോമീറ്റർ ഓടിക്കാനായിട്ട് 2.5 ലിറ്റർ പെട്രോൾ വേണമെന്ന്. എടാ, അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, നമുക്കറിയാം 18.4 കിലോമീറ്റർ ഓടിക്കാൻ 2.5 ലിറ്റർ പെട്രോൾ. 2.5 ലിറ്റർ എന്ന് പറയുമ്പോൾ 5ന്റെ പകുതിയല്ല, 5/2. ആ 2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോയി.
അല്ലെ. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 18.4 × 2 എന്ന് പറയുമ്പോൾ 18ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 36.8. 36.8 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എന്താണ് 36.8 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഈ 5നെ എങ്ങനെ എഴുതാന്ന് അറിയോ? ശ്രദ്ധിച്ച് കേട്ടോട്ടാ. 5നെ എങ്ങനെ എഴുതാറാ? 10/2 എന്ന് എഴുതാം. 10/2 എന്ന് പറയുന്ന ന്യൂമറേറ്ററിലേക്ക് പോലും 36.8ന്റെ ഡബിൾ എടുത്തോ. എത്ര വരടാ? 73.6 വരും. അല്ല 73.6 ഡിവൈഡഡ് ബൈ 10. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഡബിൾ എടുക്കുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഡെസിമൽ പ്ലേസ് മാറ്റിയിടുക. എത്ര വരും? 7.36. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? 17 സെക്കൻഡ്, കുഴപ്പമില്ല. ഓക്കെ. ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാം CGL കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോ ദ നെക്സ്റ്റ് വൺ ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് വൺ. എ ട്രയാങ്കുലർ പ്രിസം ഹാസ് ബേസ് 45 സെന്റിമീറ്റർ, ഹൈറ്റ് 14 സെന്റിമീറ്റർ, 10% ഓഫ് ദ പ്രിസം ഹോൾ ഔട്ട്. വാട്ട് ഈസ് വോളിയം ഓഫ് സോളിഡ് പാർട്ട്? അതായത് ട്രയാങ്കുലർ പ്രിസം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതിന്റെ 90% ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ ഇവിടെ 2, ഇവിടെ 9, യെസ് ഇവിടെ 7, 81 × 8 56. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. 21 സെക്കൻഡ്. എടാ എന്റെ സ്പീഡ് പോയല്ലോ ഇപ്പോ. ഓക്കെ. എടാ ശ്രദ്ധിക്കുക, സിമ്പിൾ ആയിട്ട് പറയാം, ശ്രദ്ധിച്ചോ. അതായത് ഓപ്ഷൻ ഏതാണ് കേട്ടോ മാർക്ക് ചെയ്തത്. സോ ശ്രദ്ധിക്കുക, ട്രയാങ്കുലർ പ്രിസം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അതിന്റെ വോളിയം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് 45 ബേസ് ഏരിയ, ഹൈറ്റ് എന്ന് പറയുന്നത് 14. അതിന്റെ 10% എന്താണ്? ഹോൾ ഔട്ട് ഫോർ വയറിംഗ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് സോളിഡ് പാർട്ട്? ബാക്കിയുള്ള സോളിഡ് പാർട്ടിന്റെ വോളിയം 10% പോയി കഴിഞ്ഞാൽ 90% ബാക്കിയുണ്ട്. ഈ വോളിയത്തിന്റെ 90% എന്ന് പറയുമ്പോൾ 9/10 കിട്ടോ. ഇത്രയുമാണ് ബാക്കിയുള്ളത് അല്ലെ? ക്ലിയർ ആണല്ലോ. സോ നമുക്കറിയാം 10ൽ 5 2 തവണ, 45ൽ 9 തവണ. ഓക്കെ അല്ലെ? 2 എന്ന് പറയുന്നത് 14ൽ 7 തവണ. 9 × 9 81. 81 × 7 എന്ന് പറയുമ്പോൾ 8 7 56. 560 സംതിങ്, 567. സിമ്പിൾ, ഒന്നുമില്ല, ചിന്തിക്കാൻ കൂടെ നമുക്കിതിന് സമയമില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ. എ സ്റ്റാച്ചു 1.6. എടാ ഓപ്ഷൻ നോക്ക്. സീൻ അല്ലേ? ഇതൊന്നും ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ടൈമർ ഞാൻ സീറോ ആക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ജാഗ്രത മാത്രം മതി. ഇതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. സോ ദ നെക്സ്റ്റ് വൺ. What is the average of all integers between 300 and 450 exactly divisible by 13? 13 299 പോവും. ബാക്കി എത്രയാണെങ്കിൽ 312 എടുക്കാം. അതുപോലെ തന്നെ 450 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 45 3 തവണയാണെന്നുണ്ടെങ്കിൽ ബാക്കി 39 6 60 ആണെന്നുണ്ടെങ്കിൽ 4 34. എത്ര വരും? 52 60 8 കൂടുതലാണ്. 8 കുറച്ച് 442. ഇതിന്റെ സമ്മിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2 4 7 വരും. സോ 377. ഓപ്ഷൻ ബി. അതായത് പറഞ്ഞോ. ഓക്കെ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 300 and 450 ദാറ്റ് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 13? അതായത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ ആവറേജ് 300നും 450നും ഇടയിലെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ ആവറേജ്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമുക്കിവിടെ 300നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 300നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ അല്ല. എന്ത് വരും? റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 1 വരും. 1 റിമൈൻഡർ ആയിട്ട് വരും. 1 റിമൈൻഡർ ആയിട്ട് വരും എന്ന് പറയുമ്പോൾ ഈ 300ൽ 1 കൂടുതലാണ്. അതായത് 299നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ 1 റിമൈൻഡർ എന്ന് വരുമ്പോൾ 300നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആണെങ്കിൽ 300ലെ 13ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യയേക്കാൾ 1 കൂടുതലാണ്. ആ കൂടുതലുള്ളതാണ് ശിഷ്ടം, കൂടുതലുള്ളതാണ് ബാക്കി വരുന്നത്, കൂടുതലുള്ളതാണ് റിമൈൻഡർ. ഗോട്ട് ഇറ്റ്? സോ 299 പോകും. അങ്ങനെയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 312. 312 ആണ് 300 കഴിഞ്ഞാൽ വരുന്ന 13ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ. 450നെ ഡിവൈഡ് ചെയ്യുമ്പോഴോ 450 ഡിവൈഡഡ് ബൈ 13. നോക്കിക്കോ എത്ര വരണം? 13. ഇവിടെ 3 തവണ. സോ 39 60 എത്ര തവണയാണ്? 4 തവണ 52. ബാക്കി എത്രയാണ്? 8 ആണ് റിമൈൻഡർ വരുന്നത്. 8 റിമൈൻഡർ. അതായത് 450ൽ 8 കൂടുതലാണ്. അപ്പൊ എത്രയായിരിക്കും? 442ൽ 13 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ കൂടുതലുള്ള 8നെ കുറച്ചോ. 450ൽ നിന്ന് 8 കുറച്ചാൽ 442. എടാ ഇതാണ് നമ്പർ, ഇതാണ് ലാസ്റ്റ് നമ്പർ. സോ ഇതിന്റെ ആവറേജ് ആണ് ചോദിക്കുന്നത്. ഈ 2 സംഖ്യകൾക്ക് ഇടയിലുള്ള 13ന്റെ എല്ലാ മൾട്ടിപ്പിളിനെ അല്ലെങ്കിൽ ഈ 2 സംഖ്യകൾ ഉൾപ്പെടെ എന്ത് ചെയ്യണം? എടാ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കും. എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 312 442 എന്ന് പറയുമ്പോൾ 754 ഡിവൈഡഡ് ബൈ 2 കൂടെ ആഡ് ചെയ്തു ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും.
സോ ദ ആൻസർ ഇസ് വാട്ട് 37,700 അല്ലെ 377 ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ, ഈസി, ക്ലിയർ ആണല്ലോ? യെസ്. എടാ ഞാൻ നോക്കിയത് എന്താണെന്നുണ്ടെങ്കിൽ ഈ 2+2 കൂട്ടുമ്പോൾ 4/2 എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരുമ്പോൾ എന്താണ് 2 വരണം. 2 ഇവിടെ എന്തായാലും ഇല്ല. അപ്പൊ പിന്നെ എന്താണ് 7 വരണം. 7 എന്ന് പറയുമ്പോൾ എല്ലാത്തിനും 7. പക്ഷെ 300-നും 400 സംതിങ്ങിനും ഇടയിലുള്ള വാല്യൂ അല്ലേ? ഓപ്ഷൻ ബി മാത്രം. അതായിരിക്കണം സ്ട്രാറ്റജി കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നോക്കിക്കോ. Seller offers 40% discount on an item whose cost price is 720. Okay, despite the discount, seller earns profit. Okay, market price ആണ് കാണേണ്ടത്. Okay, so ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇട്ടതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എത്ര വരും? 60 വരും. ഇവിടെ എന്ന് പറയുന്നത് 120 വരും. 2 ആണ്. 2 × 1440 ഓപ്ഷൻ ഡി. എടാ നോക്ക് 720 ഡബിൾ. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോ. എടാ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താ ഫോർമാറ്റ്? ആ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എത്ര? 720. മാർക്കറ്റ് പ്രൈസ് എത്ര? കണ്ടുപിടിക്കണം. ഇസ് ഈക്വൽ ടു 100 മൈനസ് ഡി. ഡിസ്കൗണ്ട് കുറച്ചാൽ 60, പ്രോഫിറ്റ് കൂട്ടിയാൽ 120. ഇതിന്റെ 2 ടൈംസ് ആണെങ്കിൽ 2 × 720 എത്രയായിരിക്കും? 1440 ഓപ്ഷൻ ഡി. വേറെ ഒന്നുമില്ല ചിന്തിക്കാനായിട്ട്. ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അത് വെച്ചിട്ട് പട്ടന്ന് വേണ്ടി ചെയ്യണം. ഓക്കെ, അധികം സമയം ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് കേട്ടോ ഈ ക്വസ്റ്റിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് and this is next one. CK plus tan is equal to P. Okay, CK എന്താണ്? CK minus tan 1BP ആയിരിക്കും. P plus 1/P/2 ഓപ്ഷൻ എ. So listen. ഇത് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. CK plus tan P ആണെങ്കിൽ മനസ്സിലാക്കിക്കോ. CK minus tan എന്തായിരിക്കും? 1/P ആയിരിക്കും അല്ലെ? അതിലെന്താ ചോദിക്കുന്നത്? സീക്കാണ് ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ എന്തായിരിക്കും? സീക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം P plus 1/P. P plus 1/P പകുതി ആയിരിക്കും. P² plus 1 divided by 2P. P² plus 1 divided by 2P is the right answer. ഓപ്ഷൻ എ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താടാ? സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? sec² θ minus tan² θ is equal to 1. Then sec θ plus tan θ is equal to sec θ 1/sec θ minus tan θ. പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മനസ്സിലാക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ടൈമർ 0 ആക്കുന്നുണ്ട്. നോക്കിക്കോ. A circular jogging track has radius 50 meter. Runner covers a curved path subtend angle 120 at the center. What is the length of the arc? So 1/3 into 2π into r എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 ആണ്. 100/π എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. ഒന്നുമില്ല. ലെങ്ത് ഓഫ് ആർക്ക് കാണാൻ നമുക്കറിയാം. എന്താണ്? തീറ്റ ഡിവൈഡഡ് ബൈ 360 into 2πr. ഇത് എഴുതിയിട്ടൊന്നും നമുക്കിത് സമയം കളയാനില്ല. തീറ്റ എന്ന് പറയുന്നത് 120 ആണെന്ന് കണ്ട പാടെ തന്നെ ഉറപ്പിക്കണം. 120/360 1/3 ആ. അതാണ് ഞാൻ ഇവിടെ ഇത് 1/3 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയ 1/3 എന്ന് പറയുന്നത്. ഇൻറ്റു 2πr. 2 into π into r എത്രയാണ്? 50. ഓക്കെ, 50 into 2 100. 100π/3 എന്ന് പറയുന്ന ഓപ്ഷൻ എ. വേറെ എന്താ ചിന്തിക്കാനുള്ള? ഒന്നും ചിന്തിക്കാനില്ല. എടാ, ആള് ഓടുന്നത് എന്താണ്? കറൂഡ് പാത്ത. ഇതാണ് സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എത്രയാണ്? 13 സെക്കൻഡ്. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയമാണ് കൂടുതൽ എടുക്കുന്നത്. ശ്രദ്ധിച്ചു. അടുത്തത് എ സർക്കിൾ. ഒന്നും നോക്കാനില്ല. എന്താണ്? ഓപ്ഷൻ നോക്കിക്കോ. കുറച്ച് ചെയ്യാനുണ്ട്. മനസ്സിലാക്കാം അല്ലെ? കുറച്ച് ചെയ്യാനുണ്ട്. പയ്യും √3 ഒക്കെ വരുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റൗണ്ടിൽ ചെയ്യാം. ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് മെത്തേഡ് കേട്ടോ. ഇത് തന്നെയാണ് മെത്തേഡ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. സോ ദ നെക്സ്റ്റ് വൺ ആൻഡ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ നോക്കടാ. കൊഞ്ചം ഇങ്ങ് പറയണ. ഓപ്ഷൻ നോക്ക്. ഓപ്ഷൻ എന്താ? ഡെസിമൽസ് ഒക്കെയാ. എന്തായാലും ചെയ്യാനുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു റൗണ്ട് 25 ക്വസ്റ്റ്യൻസും കണ്ടുവരട്ടെ. എന്നിട്ട് പരിഗണിക്കാം ഇവനൊക്കെ കേട്ടോ. എന്നിട്ട് പരിഗണിക്കാം ഇവനെ ചെയ്യണോ, ഇപ്പൊ ചെയ്യണോ, പിന്നീട് ചെയ്യണോ എന്നുള്ളത്. സോ ലിസൺ. So the next one, this is next one. Multiply 112. സംഭവം സിമ്പിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ്? എടാ നോക്കടാ, ഇത് അടുത്ത റൗണ്ടിൽ ചെയ്തോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ എന്താ? മൾട്ടിപ്ലൈ ചെയ്യണം. 12.345 0.067. ചിലപ്പോൾ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കാം. പക്ഷെ എന്ത് ചെയ്തോ? അടുത്ത റൗണ്ടിൽ ചെയ്തോ. ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു പ്രശ്നമില്ല. സമയം എടുക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ ചെയ്യാം. ഓക്കെ, അടുത്തത്. എ സിലിണ്ടറിക്കൽ സ്റ്റോറേജ് കണ്ടെയ്നർ. ഡെസിമൽസ് ആണ് മോനെ. അടുത്തേൽ ചെയ്തോ. ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇൻ
ഓക്കെ, ഇൻ എ സർക്കിൾ വിത്ത് സെന്റർ ഓഫ് 2 കോഡ്സ് ക്രോസ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. വായിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. നോക്കിക്കോ, ABCD എന്ന് പറയുന്നത് ക്രോസ് അറ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കോഡ് AB. വായിച്ചിട്ട് കോംപ്രിഹെൻഡ് ചെയ്തിട്ട് അതിന്റെ പിക്ചറൈസേഷനിലേക്ക് വരുമ്പോഴേ സമയം പോകുന്നുണ്ട് ഇല്ലേ? സോ എന്ത് ചെയ്തോ, അടുത്ത റൗണ്ടിലേക്ക് വെച്ചോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. Okay, so this is next one. Two triangles have radius 2.1, 2:1. The direct common tangent 8 ആണ്. Direct common tangent 8 ആണെങ്കിൽ root of distance between the centers 10 square ആണ് minus radius of the smaller circle 2x ഉം x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x square ആണെങ്കിൽ so the answer is what? Option D. 6, 8, 10 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. 6, 8, 10 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. Two circles have radii 2:1. Length of direct common tangent is 8 cm. Distance between their centers. ഇതാണ് ചോദ്യം. നോക്കിക്കോ, എടാ ഇതിന്റെ റേഡിയസുകൾ 2x ഉം 1x ഉം ആയിട്ട് എടുത്തോ. ലെങ്ത് ഓഫ് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് നമുക്കറിയാം എന്താണ്. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ്, അതായത് 10ന്റെ സ്ക്വയർ മൈനസ് എന്താണ് റേഡിയസിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ. 2x ഉം x ഉം നമ്മളുടെ ഡിഫറൻസ് x ആണ്, x സ്ക്വയർ. ഓക്കെ അല്ലേ? സോ എടാ ഇത് നോക്കടാ, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എടാ എക്സ് സ്ക്വയർ എന്താടാ? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഇസ് ഈക്വൽ ടു 6. റേഡിയസ് ഓഫ് ദ സ്മോളർ സ്ക്വയർ ദാറ്റ് ഇസ് വാട്ട്? എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? This is the next one. In a triangle ABC, a circle inscribed within the sides ABC. The area of triangle is A. What is the radius of circle? Radius is equal to area divided by semi perimeter. A plus B plus C by 2. Yes, option A is B is the right answer. ആ 2-നെ ഞാൻ എഴുതിയത് എടാ അപ്പുറത്താണ്. പ്രശ്നമാക്കണ്ട, മനസ്സിലാക്കുക എന്താണ്. എടാ റേഡിയസ് ഇൻ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ? ഏരിയ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് തന്നിട്ടുണ്ട്. സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ സൈഡുകൾ ABC എന്നാണെങ്കിൽ A plus B plus C ഡിവൈഡഡ് ബൈ 2. അതല്ല സെമി പെരിമീറ്റർ. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ 2A ഡിവൈഡഡ് ബൈ A plus B plus C. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, സ്പീഡിൽ തന്നെ ചെയ്യണം, പക്ഷെ ആക്യുറസി ഒരിക്കലും എന്താവാൻ പാടില്ല, കുറയാൻ പാടില്ല. ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള മെത്തേഡ് തന്നെ അപ്രോച്ച് ചെയ്യണം. അതേ ശരിയായിട്ടുള്ള ആൻസറിലേക്ക് എത്തും വേണം കേട്ടോ. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരിക്കലും പാനിക് ആവരുത്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ ബുദ്ധിമുട്ടാണ് ആ ഷിഫ്റ്റ്. ഒന്നില്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. ഇതൊരു ജനറലി ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സ്കിപ്പ് ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്കിപ്പ് ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് എണ്ണം എടുക്കാം കേട്ടോ. എണ്ണം എടുക്കാം. 1 ഇത് കഴിഞ്ഞു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ട്. ഓക്കെ, 1 2 ക്വസ്റ്റ്യൻ, പിന്നെ 3 4 5 6 7 8 9 10. എടാ 10 ക്വസ്റ്റ്യൻ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഗുഡ് അറ്റംപ്റ്റ്. സീരിയസ്ലി 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. ആ 10 ശരിയാവണം കേട്ടോ, 10 ശരിയാവണം. ഇനി ബാക്കിയുള്ളത് എത്രയാ? 15 ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെക്കൻഡ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി, നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. നോക്കിക്കോ, എ സർക്കുലർ കോൺ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സെക്ഷൻസ് ആൻഡ് പ്ലെയിൻ ഈസ് പാരലൽ ടു ഇറ്റ്സ് ബേസ്. വോളിയംസ് ഓഫ് ദ ഫ്രസ്റ്റം ആൻഡ് കോൺ ഈസ് 7:1. 7:1 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ കോണിന്റെ 1, വലിയ കോണിന്റെ 8 വരും. സോ ഇതിന്റെ ഹൈറ്റിന്റെ സംഭവം സെയിം തന്നെയായിരിക്കും. സോ 1/2 വരും ഹൈറ്റിന്റെ റേഷ്യോ. ഇത് 1 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 2 ആയിരിക്കും. സോ ഇതിന്റെ എത്ര ആയിരിക്കും? 1 ഉം തന്നെ ആയിരിക്കും. ഡിറ്റർമൈൻ റേഷ്യോ ഓഫ് ദർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1:1. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ മെത്തേഡ്. നമ്മളെന്താണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? വെറും BPT തിയറമാണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. പഠിച്ചു വെച്ചോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് കട്ടിംഗ് ഓഫ് ദ കോൺ. ഇതൊരു കോണിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് എടുത്തോ നിങ്ങൾ, പ്രശ്നമില്ല. ഓക്കെ, ഈ കോണിന്റെ പാരലലിനെ കട്ട് ചെയ്തു നമ്മൾ. പാരലൽ ടു ബേസിന്റെ പാരലൽ ആയിട്ട് വരുന്ന ഒരു ലൈൻ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, സോ ഇതിന്റെ വോളിയം 1 യൂണിറ്റ് ആണെങ്കിൽ ഈ ഫ്രസ്റ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 7 യൂണിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് 7 യൂണിറ്റ്. സോ നമുക്കറിയാം ചെറിയ കോണിന്റെ വോളിയം 1 യൂണിറ്റും വലിയ കോണിന്റെ വോളിയം 1 + 7 അല്ലെ. അപ്പൊ ടോട്ടൽ വോളിയം കിട്ടി. വലിയ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 8 കിട്ടി.
സോ ഈ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, റേഡിയസിന്റെ സ്ക്വയറും എച്ചും അല്ലെ, റേഡിയസിന്റെ സ്ക്വയറും എച്ചും ഇതാണല്ലോ വരുന്നത്. സോ റേഡിയസിന്റെ റേഷ്യോയും അതുപോലെ തന്നെ ഇത് R1H1 ആണെങ്കിൽ ഇത് R2H2. റേഡിയസിന്റെ റേഷ്യോയും അതുപോലെ തന്നെ ഹൈറ്റിന്റെ റേഷ്യോ ഒക്കെ സെയിം ആണ്. റേഡിയസിന്റെ റേഷ്യോയും R1/R2 എന്ന് പറയുന്നതും H1/H2 എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് ട്രയാങ്കിളുകൾ സിമിലർ ആണ്. BPT തിയറം, തെയിൽസ് തിയറം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എല്ലാം ഒറ്റ പേരിൽ അറിയപ്പെടുന്ന BPT തിയറം തന്നെയാണ്. സോ ദിസ് വൺ ഡിവൈഡഡ് ബൈ ദിസ് വൺ എന്ന് പറയുന്നതും 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 എല്ലാം ഒരേ റേഷ്യോയാണ്. ബിക്കോസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ആണ്. ഓക്കെ, സോ അത് തന്നെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ റേഡിയസിന്റെ റേഷ്യോ എന്ത് വരും, റേഡിയസിന്റെ ഹൈറ്റിന്റെ എല്ലാത്തിന്റെ റേഷ്യോ എന്ത് വരും, 1/8 ക്യൂബ് റൂട്ട് വരും അല്ലെ. ഇവിടെ R² H1 ആണ്, 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് 1 കിട്ടിയത്, 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് 8 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എന്ന് പറയുന്നത് അതിന്റെ ക്യൂബ് റൂട്ട് 1/2 ആയിരിക്കും. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 യൂണിറ്റ് ആയിരിക്കും. അതല്ലേ, അതാണ് പറയുന്നത് കേട്ടോ. ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ മനസ്സിലാക്കുക, ഇത് 1 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും, അപ്പോൾ 1 തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. സോ 1:1 ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ സ്മോളർ കോണിന്റെയും ഫ്രസ്റ്റത്തിന്റെയും കേസാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ തന്നെ ഹൈറ്റിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്, സ്മോളർ കോണും ഫ്രസ്റ്റും. ഗോട്ട് ഇറ്റ്? സിമ്പിൾ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കണം. 22 സെക്കൻഡ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, കുറച്ച് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമ്മൾ ടൈമർ ഓൺ ആക്കണം. എ കോൺട്രാക്ടർ എംപ്ലോയ്സ് 15 men to complete a work in 24 days working in 8 hours after 6 days. അപ്പോൾ ആദ്യത്തെ 15 ദിവസം ഇവർ തന്നെ വർക്ക് ചെയ്തു. ഓക്കെ, ആദ്യത്തെ 15 ദിവസം ഇവർ തന്നെ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ 6 days 8 പ്ലസ് ആഡ് 5 more people റെഡ്യൂസിങ് വർക്ക് അവേഴ്സ് 6 ആക്കി എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു എന്നാണ് ചോദ്യം. ഓക്കെ, 15 വെട്ടിക്കളയാൻ പറ്റില്ല നമുക്ക് 8 വെട്ടിക്കളയാൻ പറ്റില്ല. ഏതിനെ വെട്ടിക്കളയാൻ പറ്റും? ഇപ്പോൾ ഇവിടെ 6 ഉണ്ട്, 6 4 24. സോ 4നെ വെട്ടിക്കളയാൻ 4 ഇവിടെ പോയി, ഇവിടെ 2 തവണ, ഇവിടെ 5 തവണ. സോ 5നെ വെട്ടിക്കളയാം 5 ഇവിടെ 3 തവണ, ഇവിടെ 3 തവണ. 3 24 മൈനസ് 6 എന്ന് പറയുമ്പോൾ എത്രയാണ്, 18. ഓപ്ഷൻ ബി. 42 സെക്കൻഡ് വെട്ടിക്കളയാനെടുത്ത സമയമാണ്. 42 സെക്കൻഡ് എടുത്താലും നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സെക്കൻഡുകൾ മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് എന്നാലും നോക്കി നോക്കാം. ഓക്കെ, സോ ഇവിടെ പറയുന്ന എന്താണെങ്കിൽ ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്ന കാര്യം എന്താണെങ്കിൽ, ഒരു കോൺട്രാക്ടർ 15 പേർക്ക് 24 ദിവസം വർക്ക് ചെയ്യാനായിട്ട് 8 ദിവസം വെച്ചിട്ട്, ഇതാണ് ടോട്ടൽ വരുന്നത് അല്ലെ. M1 W1 D1 H1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ 6 days, അതായത് ആദ്യത്തെ 6 days 15 പേര് വെച്ചിട്ട് തന്നെയാണ്. 6 days 15 പേര് വെച്ചിട്ട് തന്നെയാണ്. ആഫ്റ്റർ 6 days, അതായത് 6 ദിവസം ഇവർ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്തു. ഇതാണ് ടോട്ടൽ പറയുന്നത്. ഇത് ആദ്യത്തെ 6 ദിവസം എത്ര വെച്ചിട്ട് തന്നെയാണ്, 8 മണിക്കൂർ വെച്ച് തന്നെ വർക്ക് ചെയ്തു. പിന്നെന്താണ്, പിന്നെ 5 പേരെ കൂടെ ആഡ് ചെയ്തു. 5 പേരെന്ന് പറയുമ്പോൾ 15 എന്ന് പറയുന്നത് 20 പേരായി അല്ലെ. ബട്ട് റെഡ്യൂസ് ദ വർക്കിംഗ് അവേഴ്സ് ടു 6 per day, 6 ദിവസം ആക്കി മാറ്റി. ഫ്രം ദ 17th day onwards, 17ാമത്തെ ദിവസം തൊട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി എത്ര ദിവസം വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. എക്സ് എടുത്തു. All men work the same efficiency throughout. How many more days will be required to finish the same work? ഇനി എത്ര ദിവസം വേണമെന്നാണ്. ബാക്കി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. വെട്ടിച്ചെറുതാക്കിയത് നമുക്ക് മനസ്സിലായി എന്താണ്, നമുക്ക് എവിടേക്ക് വെട്ടിച്ചെറുതാക്കണം. 6 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ 6 വെട്ടിക്കളഞ്ഞാൽ 4 വരും അല്ലെ. സോ നമുക്കറിയാം പിന്നെ വരുന്ന ഏതാണ്, 4 ഇവിടെ ഉണ്ട്, 4 ഇവിടെ 2 തവണ, 4 എന്ന് പറയുന്നത് 5 തവണ. ഓക്കെ അല്ലേ. സോ 5 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 5 ഇവിടെ എത്ര തവണയാണ്, 3 തവണ. ഇവിടെ എന്ന് പറയുന്നത് 3 തവണ. N3 24 എന്ന് പറയുന്നത് എത്രയാണ്, 6 പ്ലസ് എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് വരും 18 വരും. 18 ദിവസം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇനി അവർ ബാക്കിയുള്ളവർ 20 പേര് 6 മണിക്കൂർ വെച്ച് 18 ദിവസം വർക്ക് ചെയ്താലാണ് ഏതിലേക്ക് എത്തുക, ഈ ടോട്ടൽ വർക്കിലേക്ക് എത്തുക. ഗോട്ട് ഇറ്റ്? സെറ്റ് അല്ലേ? സോ അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഓക്കെ, a prism of a square base of 5 cm is constructed in layers ആയിട്ടാണ്. It follows the arithmetic progression increasing the layer 4 from 16. What is the total volume? Total volume എന്ന് പറയുമ്പോൾ സൈഡ് 5 സ്ക്വയർ, അതായത് 25 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 4 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, അതായത് 8 12 16. ഓക്കെ,
16, 20, 20, 40, 40 ആണെങ്കിൽ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. നോക്കിക്കോ എടാ, ഇവിടെ ലെയർ വൈസ് ആയിട്ടാണ് എന്ത് വരുന്നത്? ലെയർ വൈസ് ആയിട്ടാണ് ആര് വരുന്നത്? പ്രിസം വരുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താ? എടാ, ഇതിന്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പ്രിസത്തിന്റെ വോളിയം അല്ലെ? പ്രിസത്തിന്റെ വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് സ്ക്വയർ ആണ് അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു. എടാ, ലെയർ വൈസ് ആകുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറയുന്നത്. 4 ഉണ്ട്, അതുപോലെ തന്നെ 8 ഉണ്ട്, അതുപോലെ തന്നെ 12 ഉണ്ട്, 16 ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രഷനിലായാൽ മാത്രമാണ് 4 ലെയർ കിട്ടുന്നുള്ളൂ. ഇതാണ് ഹൈറ്റുകൾ എന്ന് പറയുന്നത്, ഹൈറ്റുകൾ. ഓക്കെ, സോ നമുക്കറിയാം 25 ഇൻറ്റു 4 എന്ന് പറയുന്ന ഒരു പ്രിസം ഉണ്ട് അവിടെ അല്ലെ? 25 ഇൻറ്റു 8 വോളിയമായിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഹൈറ്റുകൾ എന്നാണ് 25 ഇൻറ്റു 12 വോളിയമായിട്ട് വരുന്ന പ്രശ്നമുണ്ട്, 25 ഇൻറ്റു 16 വോളിയമായിട്ട് വരുന്ന പ്രശ്നമുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സോ ഹൈറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 16 + 4 20, 20 + 20 40, 40 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1000 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ടൈമർ ആക്കുന്നു. A thief and police officer 500 meter apart. If they run in same direction, the police officer catches 10 minutes കൊണ്ട്. ഓക്കെ, സെയിം ഡയറക്ഷൻ അല്ല, സെയിം ഡയറക്ഷൻ ആണ് P - T. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. സോ റൺ ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ എന്താണ്? രണ്ടാളുടെ സ്പീഡ് ആഡ് ചെയ്യണം. 500 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 250 ആയിരിക്കും. സോ എന്താണ്? തീഫിന്റെ അല്ലാണ്ട് സ്പീഡ് ഓഫ് തീഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? രണ്ടാമത്തെയാണ് 200 ബൈ 100 ബൈ 2. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 100 ഇസ് റൈറ്റ് ആൻസർ. സ്പീഡിൽ ചെയ്യുമ്പോൾ പറയാൻ കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആവും നമ്മൾ. കാരണം നമ്മൾ ചെയ്യുന്ന സ്പീഡായിരിക്കും, പക്ഷെ പറയുന്നതിൽ നമുക്ക് ആ കണക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഴുത്തും കൂടെ സ്ലോ ആവും. ആ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കുക, ഇതാണ് സംഭവം കേട്ടോ, ഇതാണ് സംഭവം. നമുക്ക് നോക്കാം. അതായത് ഇവിടെ ചെയ്താണെന്നുണ്ടെങ്കിൽ 250ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് 200. 200ന്റെ പകുതി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ലിസൺ. എടാ, തീഫ് ആൻഡ് പോലീസ് ഓഫർ 500 മീറ്റർ അപ്പാർട്ട്, 500 മീറ്റർ ദൂരെയാണ്. ഇഫ് ദ റൺ ഇൻ സെയിം ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് P - T ആണ് അല്ലെ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് P - T ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 50 വരും. 50 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പം എന്താണ്? പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പീഡുകൾ ആഡ് ചെയ്യണം. റിലേറ്റീവ് സ്പീഡ് ഇസ് ഈക്വൽ ടു 500 മീറ്റർ തന്നെയാണ് അവരുടെ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ 2 മിനിറ്റ് കൊണ്ടാണ്. ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 250 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും ഇതിന്റെ റിലേറ്റീവ് സ്പീഡ്. സോ P - T അറിയാം, P + T അറിയാം. ദെൻ വാട്ട് ഈസ് T? T എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസിന്റെ പകുതി. 50ന്റെയും 250ന്റെ ഡിഫറൻസ് 200. 200ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 100 മീറ്റർ പെർ മിനിറ്റ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരുപാട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും കുറവ് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ 36 സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരിക്കണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ 5 സെക്കൻഡ് കൊണ്ടും 10 സെക്കൻഡ് കൊണ്ടും 15 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലാതെ ഒന്നും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ചോദിക്കുന്ന 25 ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 2021 തൊട്ട് 21, 22, 23, 24, 25 ഈ 5 വർഷത്തെ SSCയുടെ CGL, CHS, CPO, MTS, GD ഈ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ഷിഫ്റ്റിലും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ 15 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് പറയണേ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആരാണോ ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ആരാണോ എടുത്തിട്ടുള്ളത്, അവർക്ക് മാത്രമായിരിക്കും ഈ വരാൻ പോകുന്ന സെക്ഷണൽ ടൈമർ ഉൾപ്പെടുന്ന CGLന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 0 ആക്കാം. ടൈമർ നോക്കിക്കോ, ടൈമർ ഓൺ ആക്കാണേ. M and N start a business with 2 lakh and 3 lakh respectively. M ഉണ്ട്, N ഉണ്ട്, 2 lakhും 3 lakhും. ആഫ്റ്റർ 4 months, ഓക്കെ, 4 months ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട്. M adds 1 lakh more. 1 lakh എടുത്താൽ 3 ലക്ഷമായി 8 മാസം വർക്ക് ചെയ്യുന്നു. N withdraws 15, അപ്പോൾ 2.5 ആണ്, 8 വർഷം വർക്ക് ചെയ്യുന്നു. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ പ്രോഫിറ്റ് എത്രയാണ്? Nന്റെ ഷെയർ. ഓക്കെ, സോ 8ഉം N4 24 32, ഇവിടെ 12 12ഉം 10 എന്ന് പറയുമ്പോൾ 32. ഓക്കെ, രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ 1800ന്റെ പകുതി 90. ഓപ്ഷൻ ബി. ഓക്കെ, പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. എടാ, ഇവിടെ പാർട്ട്ണർഷിപ്പ് അല്ലേ?
നമ്മളൊരു പരിപാടി തുടങ്ങുന്നു, അപ്പോൾ എത്ര എമൗണ്ട് ഇട്ടിട്ടുണ്ട്, എത്ര കാലത്തേക്കാണ്, അതിനനുസരിച്ച് തന്നെ ആയിരിക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്യുക അല്ലേ? അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. ശ്രദ്ധിച്ചോ എടാ, ഇവിടെ ശ്രദ്ധിക്കുക, എം ഉണ്ട്, എൻ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്. ഓക്കെ, എം 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 4 മാസത്തിന് ശേഷം എം 2 ലക്ഷം രൂപ, അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് എത്രയാ? എൻ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ 4 മാസത്തെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. 4 മാസം കഴിഞ്ഞപ്പോൾ എം 1 ലക്ഷം കൂടെ ആഡ് ചെയ്തു, എൻ എന്ന് പറയുന്നത് 50,000 വിഡ്രോ ചെയ്തു. അപ്പൊ 4 മാസം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും 4 മാസം ഈ 2 ലക്ഷം 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷമുള്ള കാര്യമല്ല, നോക്കാം. ഓക്കെ, സോ 2 ലക്ഷം 4, അതുപോലെ തന്നെ 3 ലക്ഷം 4നും, അതിനുശേഷം 1 ലക്ഷം ആഡ് ചെയ്തു. ഓക്കെ, 1 ലക്ഷം ആഡ് ചെയ്തു. അപ്പൊ 2 ലക്ഷം എന്നുള്ളത് എന്തായി മാറി? 3 ലക്ഷമായി മാറി. അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ കേസാ. അപ്പൊ എന്താണ് ബാക്കി? എത്ര മാസം ഉണ്ട്? 8 മാസം ഉണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ 50,000 വിഡ്രോ ചെയ്തു. 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആള് 2.5 ലക്ഷം ആക്കി മാറ്റി. 2.5 ലക്ഷം ആക്കി മാറ്റിയല്ലോ. 2.5 ലക്ഷം ആക്കി മാറ്റി എത്ര മാസത്തേക്കാടാ? അതായത് 8 മാസത്തേക്ക്. ബാക്കിയുള്ള 1 വർഷം ആവാൻ 8 മാസം. സോ ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. അപ്പൊ എത്രയാണ് ഇവിടെ? എത്ര ലക്ഷത്തിന് ലക്ഷം എന്നൊന്നും ഇതാണ് എല്ലാം കേട്ടോ. 8 ലക്ഷം, 3 24 അല്ലെ? 8 + 24 എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 അല്ലെ? 32 ലക്ഷമാണ് ഇവിടുത്തെ മൊത്തത്തിൽ എഫക്റ്റീവില്. 32 എഫക്റ്റീവില് വരുന്നത്. 32 എഫക്റ്റീവില്. ഓക്കെ, ഇവിടെ 12ഉം 20ഉം എത്രയാണ്? 32 തന്നെയാണ് എഫക്റ്റീവില്. അപ്പൊ ഇവരുടെ ഷെയറിന്റെ റേഷ്യോ എത്രയാ? 32 ആണെങ്കിൽ 1:1 ഈക്വൽ ഷെയർ ആണ്. 1,80,000 ആണ് പ്രോഫിറ്റ് എങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ഷെയർ. 90,000 വെച്ച് ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇതാണ് പറഞ്ഞത്. സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന്. ഓക്കെ, പിന്നെ നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതാണ് വിട്ട ക്വസ്റ്റ്യൻ. നമ്മൾ ടൈമർ ഓൺ ആക്കുന്നുണ്ട്. A rectangular park 60/40 semi-circular pond diameter 4 meter inside. What is the percentage? Okay, 60 × 40. പിന്നെ ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം πr². പൈ എന്ന് പറയുമ്പോൾ 22/7/2 ആണ് വരുന്നത്. ഓക്കെ, r². നമ്മുടെ ഡയാമീറ്റർ 40 ആണെങ്കിൽ 20 × 20. സോ 20 ഇവിടെ എന്ന് പറയുന്നത് 2 തവണ, 2 4 എന്ന് പറയുന്നത് 5 തവണ, 5 എന്ന് പറയുന്നത് ഇവിടെ 12 തവണ. സോ ഇവിടെ 11, ഇവിടെ 6. സോ നമുക്ക് പറയാം 11/42. 42ന്റെ 10%, സോറി 25% എന്ന് പറയുമ്പോൾ 10.5. അതിനേക്കാൾ കുറച്ച് വലുത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. നോക്കിക്കോ, ശ്രദ്ധിച്ചോ. സിമ്പിളാണ്, ഒന്നുമില്ല. അതായത് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതായത് റെക്ടാങ്കുലർ പാർക്ക് ഇതാണ്. അതിന്റെ ഉള്ളിൽ എന്താണ്? സെമി സർക്കുലർ പോണ്ട് ഉണ്ട്. 40 മീറ്റർ ആണ് സെമി സർക്കുലർ പോണ്ട്. അതായത് 60 × 40 എന്ന് പറയുന്നതാണ് റെക്ടാങ്കുലർ പാർക്കിന്റെ ഏരിയ. അതിന്റെ ഉള്ളിൽ സെമി സർക്കുലർ πr²/2. പൈ എന്ന് പറയുമ്പോൾ 22/7 ഞാൻ ഇവിടെ കിട്ടും. /2 അല്ലേ? /2 എന്ന് പറയുന്നുണ്ട്. πr²/2 അല്ല, 2നെ നമ്മൾ താഴേക്ക് കിട്ടും. r². റേഡിയസ് എത്രയാ? റേഡിയസ് പറഞ്ഞത് 20 ആണ്. 20ന്റെ സ്ക്വയർ 20 × 20. ഓക്കെ, ഇത്രയും പെർസെന്റേജ് ആണ് വരുന്നത്. സോ നമുക്കറിയാം 20 ഇവിടെ വെട്ടിപ്പോയി 2 തവണ. ഓക്കെ, 2 × 2 4, 4 20 5 തവണ. 5 എന്ന് പറയുന്നത് ഇവിടെ എത്ര തവണയാണ്? 12 തവണ. 12 6, 22 11. 11/42 എന്ന് പറയുന്ന ഫ്രാക്ഷൻ. എടാ, ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് കിട്ടിയിട്ടൊന്നല്ല. എടാ, 42ന്റെ 50% എത്രയാ? 21. 21ന്റെ പകുതി എത്രയാ? എടാ, 42ന്റെ 50%. 42ന്റെ 50% എന്ന് പറയുമ്പോൾ 21. 21ന്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 10.5. അതായത് 42ന്റെ 25% ഇത് അല്ലെ? 50%. അതിന്റെ 50% എന്ന് പറയുമ്പോൾ 25% 10.5. 10.5നേക്കാൾ ജസ്റ്റ് വലിയ വാല്യൂ ആണ്. അതായത് 25%നേക്കാൾ ജസ്റ്റ് മുകളിലുള്ള വാല്യൂ. ഓപ്ഷൻ ബി 26.18. എക്സാക്ട് വാല്യൂ കിട്ടിയിട്ട് അടിയിൽ വരച്ചാലേ മാർക്ക് ചെയ്യൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഒന്നും വേണ്ട. അപ്രോക്സിമേഷൻ ഇതായിരിക്കും, അല്ലാണ്ട് ഇതൊക്കെ കറക്റ്റ് വാല്യൂ കിട്ടിയിട്ടല്ല, പക്ഷെ ഇതായിരിക്കാം, ഇതിനോട് മാച്ച് ആവുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആണ്. 26.18 is the right answer. Got it? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, so the next question, this is next question. Rectangular hexagon has perimeter 72 ആണ് ഏരിയ. അപ്പൊ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഏരിയ എന്ന് പറയുന്നത് √3/4. a² എന്ന് പറയുമ്പോൾ 12 × 12. സോ ഇവിടെ എന്ന് പറയുന്നത് 3 തവണ 36, 216 √3. സോ 216 × 1.73 എന്ന് പറയുമ്പോൾ 108 കൂടെ എടുത്താൽ 324 അടുത്ത് വരുന്ന വലിയ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, ലിസൺ, ശ്രദ്ധിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇക്വേഷൻ ചിന്തിക്കാനായിട്ട് സമയമില്ല, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ സമയമില്ല. അപ്പോഴാണ് ഇക്വേഷൻസ് ചിന്തിക്കാനായിട്ട്. ശ്രദ്ധിച്ചോ, റെഗുലർ ഹെക്സഗൺ 72 സെന്റിമീറ്റർ ആണ് അതിന്റെ പെരിമീറ്റർ. 6 സൈഡ് ഉണ്ട്, ഒരു സൈഡ് 12 ആണ്. ഇത് ചിന്തിക്കാനൊന്നും സമയമില്ല കേട്ടോ.
അത് ചിന്തിക്കാൻ സമയമില്ല, അതൊക്കെ ഓൺ ദ സ്പോട്ടിൽ കത്തണം. സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? സൈഡ് എന്ന് പറയുന്നത് 12 അല്ലേ? സോ ഏരിയ എന്താ? 6 ഇൻറ്റു √3/4 a സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 × 12. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 4 എന്ന് പറയുന്നത് ഇവിടെ 3 തവണ. എടാ 3 × 12 എത്രയാണ്? 36. 36 × 6 എത്രയാണ്? 6ന്റെ ക്യൂബാണ് 216. 216 √3. ഞാൻ ഓപ്ഷനിലേക്ക് നോക്കിയായിരുന്നു, അതുണ്ടോന്ന് ഇല്ല. സോ 216 √3 എന്ന് പറയുമ്പോൾ 216 × 1.732 ആണ്. 1.7 എടുത്തോ അല്ലെ? എടാ 216 × 1.5 ആണെങ്കിൽ നമുക്ക് പറയാം 216 × 1.5 ആണെങ്കിൽ നമുക്ക് പറയാം 216ന്റെ 1.5 മടങ്ങാണെന്ന്. അതായത് 216 പ്ലസ് 216ന്റെ പകുതി എത്രയാണ്? 108. അതല്ല 1.5 മടങ്ങ്. എടാ 216 എന്ന് പറയുന്നത് 1 മടങ്ങ്, അതിന്റെ അരമടങ്ങ് എന്ന് പറയുമ്പോൾ 216ന്റെ പകുതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 324 വരും. എന്തായാലും ഇതിനേക്കാൾ വലിയ വാല്യൂ ആണ് ആൻസർ. കാരണം എന്താ? 1.732 ആ. എനിക്ക് നോക്കിയിട്ട് 374 മാത്രമേ കിട്ടിയുള്ളൂ. സോ ദാറ്റ്സ് വൈ ഐ എം മാർക്കിംഗ് ഓപ്ഷൻ എ 374. ഭയങ്കര വലുതല്ല, എന്നാൽ ജസ്റ്റ് വലുത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സോ ദിസ് ഇസ് നെക്സ്റ്റ് വൺ. ഞാൻ ടൈമർ സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. എസ് സാലറി ഇസ് 40% മോർ ദാൻ ബിസ് സാലറി. എയുടെ സാലറി ബിയുടെ സാലറി 40% മോർ ദാൻ എന്ന് പറയുമ്പോൾ 5 is 7. ബി സാലറി ഇൻക്രീസ് ബൈ 20%. ഇത് 20% ആണെങ്കിൽ 1/5 10 കൂട്ടി 60 ആയി. സോ X% എസ് ന്യൂ സാലറി ബിക്കംസ് 25% മോർ ദാൻ ബീസ് ന്യൂ സാലറി. ഇതിന് 25% മോർ എന്ന് പറയുമ്പോൾ 15 കൂടി 75. അതായത് 5 കൂടുതലാണ് 70 നിന്ന്. അങ്ങനെയാണെങ്കിൽ 1/14 7.14. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കും, 21 സെക്കൻഡ് കൂടുതലാണ്. നോക്കി പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ഭൂരിഭാഗം അങ്ങനെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ശ്രദ്ധിച്ചോ. അതായത് ലിസൺ, എയുടെ സാലറി 40% മോർ ദാൻ ബി സാലറി. അതായത് 40% എന്ന് പറയുമ്പോൾ 2/5. അതായത് A/B എന്ന് പറയുമ്പോൾ ബിയുടെ സാലറി 5 ആണെങ്കിൽ അതിനേക്കാൾ 2 കൂടുതൽ. ഇതായിരിക്കും എയുടെ സാലറി. ബിസ് സാലറി ഇൻക്രീസ് ബൈ 20%. ബിയുടെ സാലറി 20% കൂട്ടി. ഞാൻ എന്ത് ചെയ്തു? ഇതിന് 50 70 ആക്കി എടുത്തു. 20% കൂട്ടാന്ന് പറയുമ്പോൾ 50ന്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 കൂട്ടിയിട്ട് 60 ആയി. ആസ് സാലറി ഇൻക്രീസ് ബൈ X%. അതറിയില്ല. എയുടെ ന്യൂ സാലറി ബിക്കംസ് 25% മോർ ദാൻ ബീസ് ന്യൂ സാലറി. ബിയുടെ ന്യൂ സാലറി 60 ആണ്. അതിന്റെ 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ആണ്. 15 കൂട്ടിക്കഴിഞ്ഞാൽ 75 കിട്ടും. ഇതാണ് എയുടെ സാലറി. 70 നിന്ന് 75 ആയി. എത്ര കൂടി? 5 കൂടി. ഏതിൽ നിന്ന്? 70 നിന്ന്. സോ 5 ഡിവൈഡ് ബൈ 70 എന്ന് പറയുമ്പോൾ 1/14 ആണ്. 1/14 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? 7.1428%. വി നോ വാട്ട്. ഫ്രാക്ഷൻ തന്നാൽ പേഴ്സൻറ്റേജ് അറിയണം. അത് ചിന്തിച്ചിരിക്കാൻ ഇനി സമയമില്ല. പേഴ്സൻറ്റേജ് തന്നാൽ ഫ്രാക്ഷൻ അറിയണം. വിത്തിൻ സെക്കൻഡ്സ് ആ റിലേഷൻ, ആ നമ്പറിന്റെ ആ ഒരു എക്സ്പ്രഷൻ, ഇത് രണ്ടും മാച്ച് ആൻഡ് മാച്ച് ആണ്. ഇത് പറയാനായിട്ട് പറ്റണം. ഓക്കെ, 1/14 എന്ന് പറയുമ്പോൾ 7.1428 എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ 7.1428 എന്ന് പറയുമ്പോൾ അത് 1/14 ആണ്. ഈ റിലേഷൻ പക്കയായിരിക്കണം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ബ്രെയിനിൽ ഇത് ഫംഗ്ഷൻ ചെയ്യണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. സീറോ ആക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. A statue has 1.6 meter height and position on the top of pedestal. The location from the ground. ഓക്കെ, ഒരു പെഡസ്റ്റൽ ഉണ്ട്, അതിന് മുകളിൽ നിന്നാണ് ഒരു സ്റ്റാച്ചു ഉണ്ട്. സോ എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാച്ചു ഈസ് 60 ഡിഗ്രി. ഇത് 60 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 45 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ എന്ന് പറയുമ്പോൾ 45 1:1:2. അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ √3 ആണ്. √3 - 1 ആണ് എന്ന് പറയുന്നത്. √3 - 1 ആണ് 1.6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈ √3 - 1 വരും. +1 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും. 0.8 × √3 + 1. ഓപ്ഷൻ സി. ശ്രദ്ധിക്കുക. പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഫുൾ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ഇത് ഗ്രൗണ്ട് ആണ്. ഒരു പെഡസ്റ്റൽ ഉണ്ട്, അതിന്റെ മുകളിൽ നിന്നുണ്ട് ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് സ്റ്റാച്ചു എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, സ്റ്റാച്ചുവിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പെഡസ്റ്റലിന്റെ ടോപ്പിലേക്കുള്ളത് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 45 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രിയാണ്. ഓക്കെ, സോ 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്. 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് എടുത്താൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ഇത് എത്രയായിരിക്കും? √3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാച്ചു 1.6 മീറ്റർ ഹൈറ്റ് ആണ്. സ്റ്റാച്ചു എന്ന് പറയുന്നത് ഇത് 1 യൂണിറ്റ് ആണ്, ഇത് √3 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ √3യിൽ നിന്ന് ഈ 1 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ √3 - 1 അല്ല √3 - 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.6 ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് പെഡസ്റ്റൽ ആണ്. അതായത് 1 യൂണിറ്റ് ആണ് കാണേണ്ട. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1.6 ഡിവൈഡഡ് ബൈ √3 - 1 ആണ്. ഓപ്ഷനിലുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √3 + 1 ഡിവൈഡഡ് ബൈ √3 + 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരടാ?
ഡിനോമിനേറ്ററിൽ ഇതിന്റെ രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ആണ്. 2 എന്ന് പറയുന്നത് ഇവിടെ 0.8 ടൈംസ് ആണ്. 0.8 into √3 plus 1. There is only one option. Option C is the right answer. Got it? ക്ലിയർ അല്ലേ? നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ പഠിച്ചിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ക്ലിയർ? സോ ദ നെക്സ്റ്റ് വൺ. There are so many next ones are there. So നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് സോറി, ക്വസ്റ്റൻ എടുക്കണേക്കാൾ മുമ്പ് ടൈമർ ഓൺ ആക്കി പോയി. ശ്രദ്ധിച്ചോ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. A circle of radius 12 cm, 2 radius are drawn such that chords are connecting the end points. Okay, radius chords are connecting end points. 12 കോഡും 12 തന്നെയാണ്. ഓക്കെ, എന്താ കാണണ്ടേ? ഇത് വാട്ട് ഈസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്, അതായത് ഈ സെഗ്മെന്റിന്റെ. ഓക്കെ, നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി ആണെങ്കിൽ 1/6 into pi r square. Pi into r square എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ മൈനസ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ √3/4 a സ്ക്വയർ 12 സ്ക്വയർ. ഓക്കെ, സോ 144 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 2 എന്ന് പറയുമ്പോൾ 24 പൈ മൈനസ് ഇവിടെ എന്തൊരു 4 എന്ന് പറയുന്നത് 3 36 √3 24 പൈ മൈനസ് 36 √3. ഓപ്ഷൻ ബി. മൈ ഹാൻഡ് റൈറ്റിംഗ് ഇസ് നോട്ട് ഗുഡ്. ഇതെഴുതുമ്പോ എന്ത് ഹാൻഡ് റൈറ്റിംഗ്? ആൻസർ കിട്ടുന്നതിന്റെ ഭാഗ്യം, പിന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? നോക്കാം, ശ്രദ്ധിച്ചു. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു സർക്കിൾ, 2 radius are drawn such that length of connecting their end points. ഇതാണ് 2 റേഡിയസ്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇതാണ് 2 റേഡിയസ്. ഇത് 12 ആണ്, ഇത് 12 ആണ്. ഇത് കണക്ട് ചെയ്യുന്ന ഈ ലൈനും എത്രയാണ്? 12 തന്നെയാണ്. സോ ദിസ് ഇസ് വാട്ട് ആൻ ഈക്വലാറ്ററൽ ട്രയാംഗിൾ. ഈ ആംഗിൾ 60 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്? മൈനർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് മൈനർ സെഗ്മെന്റ്. ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമുക്കറിയാം എന്താണ്? ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ഈക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യണം. സെക്ടറിന്റെ ഏരിയ എന്താ? നമുക്കറിയാം 60 അല്ല ആംഗിൾ. സോ 1/6 into pi r സ്ക്വയർ. പൈ എന്ന് പറയുന്നത് ഇത് r സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ അല്ല 12 സ്ക്വയർ. സോ 12 സ്ക്വയർ പൈ r സ്ക്വയർ 12 സ്ക്വയർ ആണ്. മൈനസ് എന്ത് ചെയ്യണം? ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ √3/4 a സ്ക്വയർ 12 സ്ക്വയർ. ഓക്കെ, സോ 6 എന്ന് പറയുന്നത് ഒരു 12 2 തവണ, 4 എന്ന് പറയുന്നത് ഒരു 12 3 തവണ. സോ 12 into 2 24 പൈ മൈനസ് √3 into 3 എന്ന് പറയുമ്പോൾ 3 √3. ഓക്കെ, സോറി, ഇവിടെ എന്താണ്? 12 into 3 എന്ന് പറയുമ്പോൾ 36 √3 36 √3 24 പൈ സ്ക്വയർ സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, ഈസി, സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റണം, അതിലാണ് കാര്യം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെയോ? യെസ്, നമ്മൾ ടൈമർ ഓൺ ആക്കട്ടെ. Compound interest on a certain sum 3 years 20% per annum is 864. Find the simple interest on the same sum at the same rate and period. Okay, so 1/20 10/20 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1728 ഡിവൈഡഡ് ബൈ 1000 ആയിരിക്കും. അതായത് ഇവിടെ വരുന്ന 728 യൂണിറ്റ് എന്ന് പറയുന്നത് 864. സോ 1000ന്റെ 3 വർഷത്തേക്ക് 60 ആണെങ്കിൽ 600 കാണണം. 600 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിനേക്കാൾ കൂടുതൽ, 600നേക്കാൾ വലിയ വാല്യൂ. ദർ ഇസ് ഓൺലി ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ലിസൺ. അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചോ. എടാ, ഒരു വർഷം 20% അല്ലെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 10. 10 എന്ന് പറയുന്നതിന്റെ 20% 2. സോ അത് കൂടി 3 വർഷത്തേക്കല്ലേ? സോ ക്യൂബ് ചെയ്തു 1728 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, 3 വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1000 രൂപ എന്ന് പറയുന്നത് 1728 ആവും. 20% വെച്ചാണ് ഇൻട്രസ്റ്റ് എങ്കിൽ. സോ 728 യൂണിറ്റ് ആണ്. 728 യൂണിറ്റ് ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതാണ് 864 എന്ന് പറയുന്നത്. സോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായാലും 864 ഡിവൈഡഡ് ബൈ 728. എന്തായാലും നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം, ഇതെന്തായാലും ഒന്നിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും വെട്ടിക്കളയുമ്പോൾ അല്ലെ? 728നേക്കാൾ വലിയ വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ. ദാറ്റ് മീൻസ് വാട്ട്? ഒന്നിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. എന്താ കാണണ്ടേ? 1000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 1000 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 3 വർഷത്തേക്ക് 20% പലിശയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 60%. 60% എന്ന് പറയുമ്പോൾ 600 യൂണിറ്റ്. 600 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ വലിയ വാല്യൂ ആണ്. സോ 600 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1.something വരും. 1.something into 600 എന്ന് പറയുന്നത് 600നേക്കാൾ വലിയ വാല്യൂ. ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ 712.09. അല്ലാതെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടാ ഈ ക്വസ്റ്റിന്റെ ഒക്കെ. സോ അങ്ങനെ എടാ, എക്സാമിനർക്ക് അറിയാം ഓൾറെഡി ഇത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഈ അപ്രോച്ച് യൂസ് ചെയ്യുന്നവൻ സെലക്ട് ചെയ്ത് അടുത്ത ആൻസറിലേക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ അവൻ സെലക്ട് ചെയ്ത് ശരിയാക്കിക്കോട്ടെ, അവന് സർവീസിൽ ജോലി ഉണ്ടാവും.
അപ്രോച്ചിനാണ്. നോളേജിനേക്കാളും കൂടുതൽ ആ ഒരു അപ്രോച്ച്, ആ സ്പോട്ടിൽ നമുക്ക് എന്താ പറയാ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സ്പോട്ടിൽ ആരാണ് അപ്ലൈ ചെയ്യുന്നത് അവന് സെലക്ഷൻ കിട്ടും. ഗോട്ട് ഇറ്റ്? അടുത്തതെന്ന് പറയുന്നത് സോ യെസ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ. മൾട്ടിപ്ലൈ. യെസ് 0.67 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.666 എന്ന് പറയുമ്പോൾ 2/3. അപ്പോൾ 2/30 ആണത്. 2/30 എടുക്കാം. 12.345 2/30 എന്ന് പറയുമ്പോൾ 1/15 ആണ്. സോ 15 എന്ന് പറയുന്നത് ഇവിടെ 120 0.8 വരും. ബാക്കി 34 എന്ന് പറയുമ്പോൾ 2 തവണ. യെസ്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക. എടാ ഇത് സിമ്പിൾ ക്വസ്റ്റനാ. പക്ഷെ നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്നാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എടാ 0.666 എന്ന് പറഞ്ഞു പോകുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം 0.67 എഴുതി കൂടെ. ഈ 0.66 എന്ന് പറയുമ്പോൾ എത്ര 2/3 അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം 2/3 എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ 0.067 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, ഒരു ഡെസിമൽ പ്ലേസ് കൂടെ മാറി. അപ്പൊ എന്താ പറയാം 2/3 അല്ല 2/30 ആണ്. 2/30 എന്ന് പറയുമ്പോൾ 1/15 ആണ്. ദാറ്റ് ഈസ് അപ്രോച്ച്. അതായത് എന്ത് ചെയ്യണടാ, ഈ 12 ശ്രദ്ധിച്ചോ, 12.345 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 1/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 15 എന്ന് പറയുന്നത് 120 എത്ര തവണ 8 ടൈംസ്. സോ 0.8 വരും. ബാക്കി എത്രയാണ് 34 ഉണ്ട്. 34 15 എത്ര തവണയാണ് 2 തവണ. ഓക്കെ, ഇത് കിട്ടിയാൽ മതി. 0.82 കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് കിട്ടാതിരിക്കേ, ഹൂ കെയർസ്. ഓക്കെ, സെറ്റാണല്ലോ, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് നെക്സ്റ്റ് വൺ. എ സിലിണ്ടറിക്കൽ സ്റ്റോറേജ് കണ്ടെയ്ൻ ബേസ് റേഡിയസ് 3 ഡിസൈൻ ടു സെക്ഷൻസ് ഹൂസ് ഹൈറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. വീണ്ടും 2 ഉണ്ട് 10ലേക്ക് എത്തണം. ടോപ്പ് മോസ്റ്റ് സെക്ഷൻ കവറിംഗ് 5 സെക്ഷൻസ്. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ πr². 3.14 എടുക്കണം. r² എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു h എന്ന് പറയുമ്പോൾ 2 + 4 + 6 + 8 + 10. ഇതാണല്ലോ വരുന്നത് 10 20 30. സോ ദിസ് ഇസ് വാട്ട് ഇൻറ്റു 30. 30ൽ 10 കൊടുത്തു കഴിഞ്ഞാൽ 31.4 ഇൻറ്റു 9 39 9 3 27 വരും അല്ലെ. 27 ആണ് വരും. 27 വരും. 3 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 81 847. കുറച്ച് സമയം മാറ്റുന്നതിൽ പോയി, കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞുതരാം. എടാ നേരത്തെ നമ്മൾ പ്രിസത്തിന്റെ കേസ് പഠിച്ചില്ലേ, ലെയർ ആയിട്ടുള്ള സംഭവം, അതേ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. നോക്കിക്കോ, അതായത് πr² ആണ് 3.14 ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 9. h എന്ന് പറയുമ്പോൾ എന്താണ് എടാ ലെയർ ആയിട്ടാണ്. 2ൽ നിന്ന് തുടങ്ങിയ ഹൈറ്റ് 2 തുടങ്ങി 4 6 8 10 ഇതാണ് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, πr² ഇൻറ്റു h എന്ന് പറയുന്നത് ഇത് വെച്ച് ചെയ്യണം, h എന്ന് പറയുന്നത് ഇത് വെച്ച് ചെയ്യണം. അതിനർത്ഥം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. കമ്പൈൻഡ് വോളിയം അല്ലേ, അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യണം. 10 20 30 വരും. സോ എല്ലാ ഹൈറ്റും കൂടെ ആഡ് ചെയ്താൽ 30 വരും. എടാ ഈ 10നെ ഞാൻ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി 31.4 ഇൻറ്റു 9 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര 27 ആയി. എടാ നമുക്കറിയാം 27 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര 81. അപ്പൊ 800 സംതിങ്ങിനേക്കാൾ വലിയ വാല്യൂ. സോ ഓപ്ഷൻ ബി 847. മനസ്സിലായോ? 847 ആയിരിക്കും റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? സോ ഹിയർ ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, in a circle with a center O, there are 2 chords AB and CD crosses each other at a right angle. Okay, right angle cross ചെയ്യുന്നു. യെസ്, AB എന്ന് പറയുന്നത് അതുപോലെ തന്നെ CD എന്ന് പറയുന്നതും. O and AB is 3 cm. ABയിലേക്ക് എത്രയാണ് 3 cm, ഇതിലേക്ക് എത്രയാണ് 4 cm. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ആണ് ചോദിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇതാണ് ഇവരെ സെന്റർ O ആണെങ്കിൽ. സോ ഇത് വരും 3 വരും, ഇത് 5 ആയിരിക്കും. 5നേക്കാൾ വലിയ വാല്യൂ എന്ന് പറയുന്നത് there is only option B is right answer. ബി ഇസ് റൈറ്റ് ആൻസർ. 5നേക്കാൾ വലുത് ഒരെണ്ണേ വരുന്നുള്ളൂ, 7 cm, വേറെ ഒന്നിനും വരുന്നില്ല. അത് തന്നെയാണ് അപ്രോച്ച്. ശ്രദ്ധിച്ചോ, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഇതാണ് സർക്കിൾ. ഓക്കെ, ദിസ് ഇസ് എ സർക്കിൾ. ഈ സർക്കിളിൽ സെന്റർ ഇതാണ്. 2 കോഡുകളുണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 കോഡുകളുണ്ട്. ദീസ് ആർ ദ കോഡ്സ് AB ആൻഡ് CD. സോ ഇതിനെ നമുക്ക് എന്തെടുക്കാം, AB എന്ന് എടുക്കാം. ഇത് AB എന്ന് പറയുന്ന കോഡ്, ഇത് CD എന്ന് പറയുന്ന കോഡ്. സർക്കിളിന്റെ സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇഫ് ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് കോഡ് AB എന്ന് പറയുന്നത് 3 cm, ഇത് 3 cm ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എത്രയാണ് 4 cm ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മളോട് കാണാൻ പറയുന്നത് എന്താ, റേഡിയസ് ആണ് കാണേണ്ടത്. സോ ദിസ് ഇസ് വാട്ട് റേഡിയസ്. ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്, ഇതാണ് റേഡിയസ്. ഓക്കെ, സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും, ഇത് 4 അല്ലേ, ഇത് 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് മാത്രം എത്രയായിരിക്കും, 5 ആയിരിക്കും. ഇത്ര ഡിസ്റ്റൻസ് കൂടി ഉണ്ട്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയോ, ഈ ഡിസ്റ്റൻസ് അറിയില്ല. 5 ഇവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടെ
എന്താണ് 5 കൂടെ വലുതായിരിക്കും. 5 പ്ലസ് ഈ ചെറിയ ഡിസ്റ്റൻസ്, 5 വലിയ വാല്യൂ ആയിരിക്കും റേഡിയൻസ്. 5 വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇതല്ല. ദർ ഇസ് ഓൺലി ഓപ്ഷൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ 7 സെന്റിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? സോ ഇങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇതെല്ലാം നമുക്ക് ഇതെല്ലാം കറക്റ്റ് വാല്യൂസ് കിട്ടിയിട്ട് നമ്മൾ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഇത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് വാല്യൂസ് കിട്ടിയിട്ടോ ഒരിക്കലും അല്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് കേട്ടോ, ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ്. സോ ഇത് തന്നെ അപ്രോച്ച് ചെയ്യും. ഞാൻ ഇവിടെ നോർമലായിട്ട് ഷോർട്ടായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ, പെട്ടെന്ന് ക്വിക്കായിട്ട്. ചിലതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കേണ്ടി വരും, ചിലതൊക്കെ അപ്രോക്സിമേഷൻ ആണ്. CGL ഷിഫ്റ്റിലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞ ഷിഫ്റ്റാണ് ഞാനിപ്പോൾ അവിടെ ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ പറ, നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള SSC CGL റിവിഷൻ ബാച്ച് റണ്ണിങ് ആണ്. ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സെന്ററുകളിൽ വന്ന് പഠിക്കാം. ഈ സ്പീഡും കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ദിവസങ്ങളോളം മാസങ്ങളോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തും ഒരുപാട് നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ സ്പീഡ് മൾട്ടിപ്ലൈ ചെയ്തും അഡീഷൻ ചെയ്തും സബ്ട്രാക്ഷൻ ചെയ്തും ഡിവിഷൻ ചെയ്തും നമ്മൾ അക്യൂർ ചെയ്തെടുക്കേണ്ട സ്പീഡാണ്. സോ പ്രാക്ടീസ് ചെയ്യുക. ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ, പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. മോക്ക് ഈസ് ദ കീ. ഞാൻ എല്ലാ തവണയും പറയുന്നതാണ് മോക്ക് ഈസ് ദ കീ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ, മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസോ കോണ്ടന്റോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ ടെലഗ്രാം ഇതൊന്ന് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതിന്റെ ക്ലാസ് നോട്ടിന്റെയും PDF-കളുടെയും സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ യെസ്, മനസ്സിലായല്ലോ, നമ്മൾ കോമ്പറ്റീഷൻ നല്ല ലെവലുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ അപ്സ്കിൽ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക. പല ക്വസ്റ്റ്യൻസും നമ്മുടെ ബാച്ചുകളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബാച്ചുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ബാച്ചുകളിൽ ജോയിൻ ചെയ്തിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. സെക്ഷണൽ ടൈമിലുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ എടുക്കുക. ആൻഡ് യെസ്, കൂടുതൽ വൈകിപ്പിച്ച് ഇപ്പോൾ ഓൾറെഡി ഒരു 50 മിനിറ്റ് 55 മിനിറ്റോളായി. 1 ഹവറിന്റെ സെഷൻ ആണെങ്കിലും ഇത് വർത്താണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക, ക്ലാസ്സുകൾ കാണാൻ പറയുക, കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം രേഖപ്പെടുത്താം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ബൈ. താങ്ക് യു.